واشف أنت الشافي لا شفاء إلا പ്രിയമുള്ളവരെ, 60 ലക്ഷത്തോളം രൂപയാണ് ഈ പൊന്നുമോന്റെ ജീവന്റെ വില. ഇനിയും അവന്റെ സർജറി വൈകിക്കഴിഞ്ഞാൽ അവന്റെ ജീവൻ അപകടത്തിലാണ്. ചെന്നൈ MGM ഹോസ്പിറ്റലിനടുത്ത് ഇപ്പോൾ വാടക വീടെടുത്ത് ദിവസവും ഹോസ്പിറ്റലിലെ നേഴ്സ് വന്നിട്ടാണ് അവനക്കുള്ള മെഡിസിനൊക്കെ ചെയ്യുന്നത്. പൈസ സമാഹരിക്കാനായാൽ ആ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവന്റെ ചെറുകുടൽ മാറ്റി വെച്ചാൽ മാത്രമേ ഈ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ നമസ്കാരം. ഷെയ്ഖ് കെ മൊയ്തീനാണ്. കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാനോ നിങ്ങളോ ഒരു പക്ഷേ ഇതുപോലത്തെ ഒരു സങ്കട കാഴ്ച, ഇതുപോലത്തെ ഒരു വേദന, ഇതുപോലത്തെ ഒരു രോഗാവസ്ഥ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഒന്നുറക്കെ കരയാൻ പോലും ആകാതെ പൊന്നുമോൻ ഇങ്ങനെ കിടന്ന് വിഷമിക്കുമ്പോ നിങ്ങളെല്ലാവരും മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവരോട് കഴിയാവുന്നത് നിങ്ങൾ 10 രൂപയാണെങ്കിൽ 10 രൂപ അയച്ചു കൊടുത്തിട്ട് കൂടി ഉണ്ടാകണം. എല്ലാവർക്കും വീഡിയോ 10 പേർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെയൊക്കെ മക്കൾക്ക് ഒരു പനി വന്നാൽ പോലും നെഞ്ചു പൊട്ടിപ്പിടയുന്നവരാണ് നമ്മൾ. അവന്റെ ഉപ്പയും അയ്യാമ്മന്റെ ഉപ്പയും എത്ര മാത്രം അവർ വിഷമിക്കുന്നുണ്ടാവും. പ്രിയമുള്ളവരെ, കൈവിട്ട് കളയാനാവില്ല ഇവന്റെ കുഞ്ഞു ജീവൻ. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് 13 ലക്ഷം രൂപ വന്നപ്പോ മുഴുവൻ ഗൂഗിൾ പേ അക്കൗണ്ടുകളും ബ്ലോക്കായിട്ട് അവിടെ 1 രൂപ പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. 75 ലക്ഷം രൂപയാണ് അവർ കണ്ടെത്തേണ്ടത്. സത്യം പറഞ്ഞാൽ ഇനിയും 60 ലക്ഷം രൂപ കണ്ടെത്തേണ്ട ഒരു അവസ്ഥ. എല്ലാവരും ഏറ്റെടുത്ത വീഡിയോ ആണ്. പക്ഷെ ഗൂഗിൾ പേയിലുള്ള തടസ്സങ്ങൾ കാരണം ആർക്കും പൈസ അയക്കാൻ കഴിയാത്ത വല്ലാത്തൊരു പരീക്ഷ കൂടി കരുതി. നിങ്ങള് ഈ മോനിട്ടിട്ട് ദയവേത് ഒരു അല്പസമയം മാറ്റി വെച്ചുകൊണ്ട് ഈ പടം ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയക്കാൻ പൈസ അയക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അക്കൗണ്ട് വഴി നിങ്ങൾ പൈസ അയക്കാൻ ശ്രമിക്കണം. നമസ്കാരം, ഞാൻ സാജൻ കേച്ചേരിയാണ്. ഞാനിപ്പോ കണ്ണൂരിലുള്ള നമ്മുടെ റൈഹാൻ മോന്റെ കാര്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ മോനെ നമ്മള് ചെന്നൈയില് MGM ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം കാരണം ഇപ്പോൾ തൊട്ടടുത്തൊരു റൂം എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയേക്കാണ്. ഏകദേശം 60 ലക്ഷം രൂപയോളം ഇനിയും വേണം. നമുക്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 13 ലക്ഷം രൂപയാണ്. അക്കൗണ്ടിന്റെ തടസ്സം മൂലം, അക്കൗണ്ട് ഗൂഗിൾ പേ ഒക്കെ തടസ്സം മൂലമാണ് നമുക്ക് ഫണ്ട് വരാതിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ മോന്റെ വീഡിയോ പറ്റാവുന്ന ആളുകളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളാൽ കഴിയുന്ന ചെറിയ തുകയാണെങ്കിൽ പോലും നിങ്ങൾ ഈ മോന്റെ വീഡിയോ കാണുമ്പോൾ നേരിട്ട് അക്കൗണ്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. കാരണം ഈ ഗൂഗിൾ പേ ബ്ലോക്ക് ആവണ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് ഫണ്ട് കണ്ടെത്തുന്നതിന്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നൊരു തുക നേരിട്ട് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ സ്കാനർ ഉപയോഗിച്ചിട്ടോ അയക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കണം. നന്ദി. സ്നേഹമുള്ളവരെ, ഞാൻ മുസ്ലിം മഠത്തിലാണ് മേയർ, കണ്ണൂർ കോർപ്പറേഷൻ. ഈ പൊന്നുമോന്റെ ചെറുകുടൽ മാറ്റിവെക്കുന്നതിന് 75 ലക്ഷം രൂപയോളം വേണ്ടിവരുമെന്ന് ഹോസ്പിറ്റൽ അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസകരമായ കാര്യമാണ്. ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, ആദ്യമായി ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് പൂർണ്ണമായ ശിഫാ, പൂർണ്ണമായ ശമനം, ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും എല്ലാ രീതിയിലുമുള്ള സഹായങ്ങൾ ഈ വിഷയത്തിൽ ആ കുഞ്ഞിന് വേണ്ടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്ന നിങ്ങളൊക്കെ എല്ലാ രീതിയിലും
എല്ലായിടത്തും നിങ്ങളെ അള്ളാഹു സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ബഹുമാന്യ സുഹൃത്തുക്കളെ, ഏകദേശം 75 ലക്ഷം രൂപ വരുന്ന വലിയൊരു ഓപ്പറേഷനാണ് നടക്കേണ്ടതായിട്ടുള്ളത്. അതിനുവേണ്ട തുക എല്ലാ ആളുകളും നമ്മുടെ നാടും നഗരവും കൈകോർക്കുന്നത് പോലെ തന്നെ എല്ലാ ആളുകളും ആ കുട്ടിയെ സഹായിക്കേണ്ട മനസ്സുമായി കടന്നു വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഈ കുട്ടിയുടെ ഈ പൊന്നുമോനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ള ഈ റൈഹാൻ മോൻ്റെ ചികിത്സാ ഫണ്ടിന് എല്ലാവരും അവരവർ കഴിയുന്ന സഹായങ്ങൾ ചെയ്തെന്ന് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാന്യരെ, വലിയൊരു സംഖ്യ സ്വരൂപിക്കാൻ വേണ്ടി ചികിത്സാ സഹായത്തിനു വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എല്ലാവരും അതിനുവേണ്ടി സഹായിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവരും സഹകരിക്കണം.